തെണ്ടിത്തരല്ലേ സാഹിബേ ആ കൂട്ടർ കാണിച്ച്? പൊന്നും പണമൊക്കെ തീരുമാനിച്ചിട്ടല്ലേ നമ്മുടെ ആളുകള് ആൾക്കാരെയും കൂട്ടുന്ന കല്യാണം ഉറപ്പിക്കുക. ഇത് കല്യാണം ഉറപ്പിച്ച് തീയതി നിശ്ചയിച്ച് വയറ് നിറയെ ബിരിയാണിയും കഴിച്ചു പോയിട്ട് പിന്നെ ശ്രീധനം പോരാന്ന് പറഞ്ഞ് കല്യാണം ഒഴിയുക. ആ ചെക്കൻ്റെ ഉപ്പാന്റെ കരളത്തോടെ കൊടുക്കുക വേണ്ടത്. ജാഹിലി. കാര്യമില്ല ഉസ്താദ്. ഫറലിനേക്കാൾ സുന്നത്തിന് പ്രാമുഖ്യം കൊടുക്കുന്ന കൂട്ടരാ നമ്മുടെ നാട്ടിലെ സമുദായം. ഉദ്ഘാടനത്തിൽ നിലവിളക്ക് കത്തിച്ച അത് അനിസ്ലാമികം. അള്ളാന്റെ റസൂല് മഹത്വപ്പെടുത്തിയ ഒന്നാ മഹർ. ആ മഹറിനെ നല്ലൊരു തുക സ്ത്രീധനമായി വാങ്ങി അതിനെ പിച്ചക്കാശാക്കി മാറ്റിയിട്ട് അതിലൊരു അനിസ്ലാമികം കാണാൻ ഇവിടെ ആർക്കും കഴിയില്ല. അങ്ങനെ ആയിപ്പോയി നാട്. എന്നാ ഞാൻ ഇത് കൂടുതലാണല്ലോ സാഹിബേ. എന്താ അവര് വീണ്ടും വിളിച്ചാ? അല്ല, എന്താ പറയണ്ടേന്ന് പറഞ്ഞില്ല. ആ ഇത് പണിയുണ്ടായിരുന്നില്ല ഭാസ്കര? ഉണ്ടായിരുന്നു, നേരത്തെ നിർത്തി. കരീംക്ക് അന്വേഷിച്ചെന്ന് പറഞ്ഞേ. ആ ഇത് സഭയെ വീട്ടിൽ വന്ന് വാങ്ങിച്ചതാ. പിന്നെ തന്നാലും മതി. ഇല്ല വെച്ചോ, പിന്നെ വാങ്ങാല. ആ കരീംഖാനെ കാണട്ടെ. ആ അന്വേഷിച്ചെന്ന് പറഞ്ഞു. തെക്കേ പറമ്പിൽ കുറച്ച് പണിയുണ്ട്. നാളെ വാ. അയ്യോ, അത് നാളെ കഴിഞ്ഞ് മോളെ പിറന്നാളാ. ഗുരുവായൂര് മോളെയും കൊണ്ട് തൊഴാൻ പോണ പതുകൊണ്ടേ. ആണോ? എന്നാ അത് കഴിഞ്ഞ് വന്നാ മതി. വൈകരുത്. ഇല്ല, മഴ പിടിച്ചാ പിന്നെ ഒന്നും നടക്കൂല. ഞാനാ വഴിക്ക്. ആയിക്കോട്ടെ. ആ പുതുതായി വെച്ച തെങ്ങിനെല്ലാം വളമിടാൻ സമയമായി. വാ പോവാ. പോയേക്കാം. അച്ഛൻ ഇപ്പോഴും ഞാൻ ചെറിയ കുട്ടിയാന്നാ വിചാരം. പണി നേരത്തെ കഴിഞ്ഞു. പിന്നെ സാധനങ്ങളൊക്കെ വാങ്ങി കഴിഞ്ഞപ്പോഴാ കൊച്ചു വരാൻ നേരമായല്ലോ എന്ന് ഓർത്ത് അങ്ങനെ കാത്തു നിന്നതാ. ഇതച്ഛന്റെ സ്ഥിരം ഡയലോഗ്. ഓടാ. കാറിലാണ് പോകുന്നതെങ്കിൽ അമ്മാമ്മേനെയും കൊണ്ട് പോയായിരുന്നു. ഇതിപ്പോൾ ഗുരുവായൂർ വരെയൊക്കെ കാറ് പിടിച്ചു പോകാന്ന് വെച്ചാൽ രൂപ എത്രയാവും? ഇനി അമ്മാമ്മേനെ ബസ്സിൽ കൊണ്ടുപോകാന്ന് വെച്ചാൽ റോഡ് അത്രയും കുണ്ടും കുഴിയാണ്. കയറി ഇറങ്ങി അതൊരു പരുവമാവും. അല്ലെങ്കിൽ തന്നെ ഇപ്പം മരുന്നും കഷായം ഒഴിഞ്ഞ നേരം. അയ്യോ, ഇതെന്തു പറ്റി? സ്കൂട്ടർ കേടായോ? ഇതിപ്പോ ശരിയോ? ഭാസ്കരന്റെ സഹായം വല്ലതും വേണോ? ഏയ് വേണ്ട, പോട്ടാ. ഈ അച്ഛന്റെ ഒരു കാര്യം, അത് സ്കൂട്ടർ അല്ല ബൈക്കാ. കാണിച്ചു പോയി. അതിന് നീ എന്തിനാ നാണിക്കുന്നത്? എന്തായാലും അത് മോട്ടോർ സൈക്കിൾ തന്നല്ലോ. ഭാസ്കര, ആ 2 ദിവസത്തെ പണിയുണ്ടല്ലോ ഭാസ്കര. നാളെ അങ്ങോട്ട് വരുമോ? അയ്യോ, നാളെ മോളെയും കൊണ്ട് ഗുരുവായൂർ തൊഴാൻ പോണല്ലോ. കഴിഞ്ഞ് വന്നിട്ട് 2 ദിവസം മംഗലത്തെ കരിംകായ്ക്ക് പണിയുണ്ട്. ഓ, ഇനിയിപ്പോ എന്താ ചെയ്യാ? എന്നാ അതുകൂടി കഴിഞ്ഞിട്ട് പോയോ? ഓ, അങ്ങനെയാവാം. അതെ, ഈ ഗുരുവായൂർക്ക് പോണെന്ന് അമ്മയ്ക്ക് നല്ല മോഹമുണ്ട്. ഞാനും അമ്മയും കൂടി വന്നാലോ? അത്ര ബസ് കയറി ഇറങ്ങി പോയി വരാനുള്ള ശേഷി അമ്മയ്ക്കുണ്ടാ? നീ അതെന്തറിഞ്ഞിട്ടാ? നമുക്കൊരു ടാക്സി പിടിച്ചു പോയാലോ? ടാക്സിയാ? സീതയെ കുറച്ച് കൂടുന്നുണ്ട്.
ഒരു ടാക്സി ഗുരുവായൂർ പോയി വരാൻ രൂപ എത്രയാവും അറിയാം. നിനക്കൊന്നും കാശിന് ഒരു വിലയും ഇല്ലേ. അത്ര വലിയ ആഘോഷമൊന്നും വേണ്ട. ടാക്സി അമ്മയെ കല്യാണം കഴിച്ച ആദ്യ കാലത്തൊന്നും അച്ഛനിങ്ങനെ ദൈവത്തിലും ഈശ്വരനൊന്നും വിശ്വാസം ഉണ്ടായിരുന്നില്ല. ഈ മുത്തുണ്ടായതിന് ശേഷമല്ലേ 8 കൊല്ലം എത്ര വഴിപാടുകൾ നേർന്നു. അവസാനം ഗുരുവായൂരപ്പന്റെ കൃപയാ എൻ്റെ മുത്ത്. അന്ന് അമ്മമ്മ ഗുരുവായൂരപ്പന് കൊടുത്ത വാക്ക എല്ലാ പിറന്നാളിനും മുത്തിനെ കൊണ്ടുവന്ന് തൊഴിച്ചോളാന്ന്. അമ്മമ്മ എവിടെ? ആ? ഭയങ്കര തിരക്കായിരുന്നു. മോള് നന്നായിട്ട് തൊഴുതു. പപ്പടം. ഉം. ഉം. അടിപൊളി. അല്ലെങ്കിലും മീൻകറി വെക്കാൻ എന്റെ സീതക്കുട്ടിയെ വല്ല വേറെ ആരാ ഉള്ളത്? കിട്ടുന്നേ. ഉം. അച്ഛൻ അവിടെ വിശന്നിരിക്കുക, ചോറ് കൊടുക്കണം. കൊടുത്തോ? ഓ, ഭർത്താവിനോടുള്ള സ്നേഹം കണ്ടോ എന്റെ ഭഗവാനെ. ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം ഇവരൊന്ന് സ്റ്റണ്ട് കൂടുന്ന കണ്ടിട്ട് മരിച്ചാ മതിയായിരുന്നു. കൊച്ചേ, നല്ല അടി തരും. ഓരോ വർത്താനം. എന്താ അമ്മയും മോളും കൂടി ഒരു ബഹളം? അല്ല മമ്മേ, അമ്മയുടെ മീൻകറിയുടെ രഹസ്യം അമ്മമ്മയുടെ കൈപ്പുണ്യം പാർന്നു കിട്ടിയതല്ലേ? അതെ, എന്റെ കൈപുണ്യം തന്നെയാ. അതിനെ ഇമ്മണി പുളിക്കും. ഉം. ഏ, അമ്മമ്മ മീൻകറി വെച്ചാ പുളിക്കുവോ? അയ്യേ, എങ്കിൽ കൊള്ളില്ല. അമ്മേ, ഈ കൊച്ചേ നമ്മളെ തമ്മിൽ തെറ്റിക്കാൻ നോക്കുകയാണേ. അത് നേരാ. അമ്മ കറി വെക്കുന്ന കണ്ടിട്ട് തന്നെയാ ഞാൻ പഠിച്ചേ. പക്ഷേ എല്ലാത്തിനും എൻ്റെ ഒരു പരീക്ഷണമുണ്ട്. ഓ, ന്യൂ ജനറേഷൻ. ദാ. ദേ, ചോറ് വിളമ്പട്ടെ? വന്നപ്പോ മുതൽ ശ്രദ്ധിച്ചതാ. എന്തു പറ്റി? ഒന്നുമില്ല. എന്നാലും കൊച്ചിനത് 19 വയസ്സാ. ആ, ഇനി കൂടിയാ 2 കൊല്ലം. അത് കഴിഞ്ഞാൽ കല്യാണം കഴിച്ചു വിടണ്ടേ? വേണം. കൊച്ചിറങ്ങിപ്പോയാ പിന്നെ നമുക്കാരാ? അച്ഛാ, ബാ ഊണ് കഴിക്കാം. വിശക്കുന്നു. അമ്മ ചോറ് വിളമ്പ്. ചെല്ല്. ചെല്ല്. ബാ.